കേരളത്തിൽ ഇന്ന് ഒരേ സമയം 14 ജില്ലയിലും ഫുഡ് കൊടുക്കാൻ പറ്റിയത് നിള മാത്രമേ ഉള്ളൂ. 100 കോടീൻ്റെ ടാക്സ് വരുമാനമായി ഗവൺമെൻറ്റിന്. നമ്മൾ ടോട്ടൽ 300 കോടീൻ്റെ ഒരു ബിസിനസ് അവിടെ നടക്കുന്നു. 1.5 ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നു. ഇത്രയും ഇവൻറ്റ്സ് അവിടെ നടക്കുന്നു. എം.എ. യൂസഫലി സാറ് അവിടെ വന്നു. അങ്ങനെ അദ്ദേഹത്തിനും നിളൻ്റെ രുചി അറിഞ്ഞു. നമ്മളുടെ തലവര പിന്നെ അങ്ങോട്ട് മാറി. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ മാറ്റിയത്. പിണറായി സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കണമ്പ് മീനാണ്. മൂപ്പര് റെഡ് മീറ്റ് കഴിക്കില്ല തീരെ. ദുൽഖർ സൽമാൻ്റെ കല്യാണം വെഡ്ഡിങ് നമ്മളാണ് നടത്തിയിട്ടുള്ളത്. നമ്മൾ നമ്പർ 1 ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കച്ചവടം നിർത്തും, പിന്നെ ചെയ്യാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ, സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനം, ഇതെല്ലാം സാധ്യമാക്കുന്ന വിധത്തിൽ സിയാലിൻ്റെ കൺവെൻഷൻ സെൻറ്റർ അടിമുടി മാറുകയാണ്. ഈ മാറ്റത്തിന് പിന്നിൽ ഒരു യുവ സംരംഭകനുണ്ട്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. നിള സിയാൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഷബാബ്. നമസ്കാരം ബിസിനസ് കഫേയിലേക്ക്. നിള മലയാളികൾക്ക് ഏറെ പരിചിതം ഒരു കാറ്ററിംഗ് രംഗത്താണല്ലോ. മലയാളികൾക്ക് നിള എന്ന് പറയുമ്പോൾ ഭാരതപ്പുഴയിൽ നിന്നുണ്ട്, രണ്ടാമത് വരിക ഭക്ഷണം. ഈ സിയാൽ കൺവെൻഷൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു വലിയൊരു ധാരണാപത്രമൊക്കെ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതുമൂലം നിള സൃഷ്ടിക്കാൻ പോകുന്നത്? എന്താണ് തൊഴിലവസരങ്ങൾ? ഒരുപാട് കോടികളുടെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ കേട്ടു. എന്താണത്? നമ്മൾ കഴിഞ്ഞ 25 വർഷമായിട്ട് കേരളത്തിൽ കാറ്ററിംഗ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ കേരളത്തിലുടനീളം എല്ലാ കൺവെൻഷൻ സെൻറ്ററുകളിലും നമ്മൾ ഒരുപാട് പോയി വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസും ഒരു പരിചയമുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു കൺവെൻഷൻ സെൻറ്റർ വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉദിച്ചു തുടങ്ങണം. അപ്പോൾ സ്വന്തമായിട്ടൊരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം പോലത്തെ സ്ഥലത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഒരു ഹ്യൂജ് എമൗണ്ടും പിന്നെ അതിനുള്ള സ്ഥലവും പേരൊക്കെ വിടുമ്പോഴത്തേക്ക് ഒരുപാട് സമയം ആ തോട്ട് വന്ന സമയത്താണ് ഇങ്ങനെ സിയാലിങ്ങനെ അത് ഔട്ട്സോഴ്സ് ചെയ്യുന്നൊരു ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടെൻഡറും കാര്യങ്ങളും എല്ലാത്തിനും പോയി അത് നമുക്ക് ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. ശരിക്കും നമ്മളത് പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ ഒരു പീരീഡ് ഏകദേശം നമ്മളൊരു 1500ഓളം വെഡ്ഡിങ് അവിടെ നടത്തും, അല്ലെങ്കിൽ ഇവൻറ്റ്സ് അവിടെ നടത്തും. ആ 1500 ഇവൻറ്റ്സ് നടത്തുമ്പം നമ്മൾ 300 crores ഒരു പ്രൊജക്റ്റാണ് അവിടെ വരിക. 300 കോടി രൂപേൻ്റെ ടേൺ ഓവർ അവിടെ നടക്കും. ഈ ടേൺ ഓവർ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ഒരു 1.5 ലക്ഷം ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 1.5 ലക്ഷം ആൾക്കോളം തൊഴിൽ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 100 കോടി രൂപേൻ്റെ വരുമാനം ഗവൺമെൻറ്റിനും കിട്ടും, ഗവൺമെൻറ്റിനും സിയാലിനും കൂടിയിട്ട്. അതൊരു വലിയൊരു മഹത്തായ പ്രൊജക്റ്റുമാണ്. പിന്നെ നമുക്ക് ഇന്നേ വരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്, അത് ഏറ്റവും നന്നായി ചെയ്ത് ഗവൺമെൻറ്റിനൊക്കെ പൈസ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തൊരു റിസ്ക് എലമെൻ്റ് ഉണ്ടോ? കാണുന്ന റിസ്ക് എലമെൻ്റ് എന്താണ്? റിസ്ക് എലമെൻ്റ് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഫങ്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഒരു 38 to 40 crores സിയാലിന് കൊടുക്കണം. അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മറികടന്ന് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തിട്ടുള്ളത്. ഇതിനകത്തിപ്പോൾ ഒന്ന് സിയാൽ എന്ന് വെച്ചാൽ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ PPP മോഡലാണ്. സർക്കാരിന് പങ്കാളിത്തമുണ്ട്, സ്വകാര്യ സംരംഭകരും ഉണ്ട്. അപ്പോൾ അവരുടെ ടെൻഡർ പ്രോസസ്സ് എന്തായാലും നല്ലൊരു ടെൻഡർ പ്രോസസ്സ് ആയിരിക്കും. അപ്പം നിളയ്ക്ക് അത് കിട്ടാനായിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവുമല്ലോ. നിള എങ്ങനെയാണ് അതിന് പാകമായത്? അത് നമ്മുടെ പാരമ്പര്യമായിരുന്നോ? എന്തായിരുന്നു? പാരമ്പര്യമല്ല, അവര് സിയാലിലെ ഏറ്റവും വലിയ ഫാക്ട് അവർക്കുള്ള വരുമാനം തന്നെയാണ് ഫസ്റ്റ് അവർ നോക്കുന്നത്, പിന്നെ ക്രെഡിബിലിറ്റി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ടെൻഡർ പ്രോസസ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസറബിളാണ്. എല്ലാത്തിനും നമുക്ക് അതിൻ്റേത്, അതായത് ഏറ്റവും കൂടുതൽ GST അടയ്ക്കുന്നത്, ഏറ്റവും കൂടുതൽ തൊഴിൽ പെർമനൻ്റായി കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ നടത്തിയിട്ടുള്ളത്, എല്ലാ ഫാക്റ്റും നമുക്ക് ഒത്തുവന്നു. അങ്ങനെയാണ് നമ്മൾ ആ ടെൻഡർ പ്രോസസ്സിലേക്ക് കടന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ ഒരു കാറ്ററിംഗ് ഏജൻസി എടുത്തു കഴിഞ്ഞാൽ നിളയെ ഇപ്പോൾ തന്നെ പറഞ്ഞ പോലെ GSTയുടെ കാര്യത്തിൽ
ഏറ്റവും കൂടുതൽ പെർമനന്റ് തൊഴിലിന്റെ കാര്യത്തിലൊക്കെ നിള തന്നെയാണ്. അതെ അതെ അതെ. എൻ്റെ ഒരു കണക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇത്ര കാലം കൊണ്ട് എത്ര പേർക്ക് വിളമ്പി ഭക്ഷണം കൊടുത്തു? അറൗണ്ട് 250 ഫങ്ഷൻസ് ആണ് പെർ മന്ത് നിള ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 3000 ഫങ്ഷൻസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ 40,000 ആൾക്ക് ഒരു വെന്യൂവിൽ കൊടുക്കാൻ എല്ലാവർക്കും ഒരുവിധം പറ്റും. പക്ഷെ 14 വെന്യൂവിൽ 40,000 ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാൻ പവർ, അതിൻ്റെ ബേസിക് ക്യാപിറ്റൽ, മീറ്റ്, പച്ചക്കറി, സപ്ലയർ സോഴ്സ്, ഇത് കൊടുക്കുക, ഇത് ഇത്രയും വൃത്തിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി നിള തന്നെയാണ്. നമ്പർ 1 നമ്മളങ്ങനെ ഒരിക്കലും പറയലില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ 14 ജില്ലയിൽ 2 ഫങ്ഷൻ വെച്ച് കൂട്ടുകയാണെങ്കിൽ 28 ഫങ്ഷനായി. 28 ഫങ്ഷൻ ഒരു 1000-1500 ആൾ വെച്ച് കൂട്ടുകയാണെങ്കിൽ അറൗണ്ട് 40,000 ആയി. ഈ 40,000 ആൾക്കാർക്ക് കേരളത്തിൽ ഇന്ന് ഒരേ സമയം 14 ജില്ലയിലും ഫുഡ് കൊടുക്കാൻ പറ്റിയത് നിള മാത്രമേ ഉള്ളൂ. ഈ ഒരു ബിസിനസ് വിപുലീകരണം എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ നിള ഒരു കാറ്ററിംഗ് രംഗത്തായിരുന്നു, ദെൻ കൺവെൻഷൻ സെന്റർ. അപ്പോൾ ഈ അതൊരു അസറ്റിലായിട്ട്, അത് ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നു? അത് കാലോചിതമായ ഒരു കൺസെപ്റ്റിനെ അങ്ങോട്ട് എടുത്തതാണോ? ഈ അസറ്റിലൈറ്റ് മോഡലിലോട്ട് നമ്മൾക്കിങ്ങനെ മാറാം എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് വിപുലീകരണത്തിൽ ആ ചിന്ത, തീരുമാനം ഷബാബ്? അതെ അതെ. അത് നമ്മളെപ്പോഴും ഒരു കാറ്ററിംഗുകാരെന്ന് പറയുമ്പം എല്ലായിടത്തും പോയി ഫങ്ഷൻ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അതിന്ന് മാറ്റി ചിന്ത, നമ്മളിപ്പോൾ സിയാലിനേക്കാളും മുന്നേ IMA ഹൗസ്, കേരളത്തിലത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഹബ്ബാണ് കലൂരുള്ളത്. അത് ലാസ്റ്റ് 10 years ആയിട്ട് നമ്മളാണ് നടത്തുന്നത്. അവിടെ അറൗണ്ട് 16 to 17 ഹോൾസ് ഉണ്ട്. 10 ആൾ മുതൽ 1000 ആൾ വരെ ഫങ്ഷൻ നടക്കാൻ. അത് നമ്മൾ ഇൻഹൗസാണ്. പിന്നെ 2019 മുതൽ കേരള ഗവൺമെൻറ് നെഫർട്ടിറ്റി ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പ് 30-35 crores ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ പുട്ട് പാർട്ട്ണറാണ് നമ്മൾ. പിന്നെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടും, പിന്നെ നമ്മൾ സ്ഥിരം, ഞാൻ പറഞ്ഞല്ലോ, 250 ഫങ്ഷൻ ഒരു മാസം ചെയ്യുമ്പം എല്ലാ തലങ്ങളിലുള്ള എക്സ്പീരിയൻസും നമുക്കിങ്ങനെ, അപ്പോഴാണ് നല്ലൊരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഇതും കൂടി മനസ്സിൽ വന്നത്. ഈ നിളയുടെ ഈ രുചിയുടെ ഒപ്പമുള്ള ഈ യാത്ര, ഇപ്പോൾ പറഞ്ഞു നെഫ്രിറ്റിയിലുണ്ട്, IMA ഹൗസ്, ഇപ്പോൾ സിയാൽ കൺവെൻഷൻ സെൻറ്റർ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്രയും. ഈ രുചിയുടെ യാത്ര ഷബാബ് എപ്പോഴാണ് തുടങ്ങിയത്? അത് എങ്ങനെയായിരുന്നു? നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ, എൻ്റെ ഉപ്പയും 4 പാർട്ട്നേഴ്സും കൂടിയിട്ടാണ് ഇത് 1997 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ബേക്കറിയാണ് തുടങ്ങിയത്. ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് 5 കൂട്ടുകാർ കൂടിയിട്ട് ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. ആ ബേക്കറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിന് ബാക്കി 4 ആൾക്കും തിരക്കുള്ള ആൾക്കാരായത്. ഒരാൾ MD PP മുസ്തഫ എന്ന് പറഞ്ഞ ആൾക്കാണ് ഇതിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം കൂടിയും ഇതിൽ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് മെയിനായിട്ട് ഉള്ളത്. അദ്ദേഹമാണ് ഈ ബേക്കറി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് കാറ്ററിംഗ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊടുന്നത്. അതാണ് 2000 മുതൽ നിള കാറ്ററിങ് തുടങ്ങി. ആ 2000 മുതൽ തന്നെ ഞാൻ ഇവരുടെ ഭാഗമായിട്ടുണ്ട്. ഈ നിളയുടെ ഈ യാത്രയിലെ എന്തെങ്കിലും ഒരു സംഭവം വഴിത്തിരിവായിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വളർന്നു വന്ന എന്തെങ്കിലും ഈ വളർച്ചയിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയത് എന്തെങ്കിലും ഒരു സംഭവമാണോ? ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ 2004 ഒക്കെ നമ്മളിങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന സമയത്താണ് ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു, ഹമീദ് സാർ എന്ന് പറഞ്ഞിട്ട്, കാലിക്കറ്റുള്ളത്. അപ്പോൾ ഹമീദ് സാറിൻ്റെ ചെറിയൊരു ഹൗസ് വാമിങ്ങോ എന്തോ ഒരു ഫങ്ഷൻ നമ്മൾ ചെയ്യാൻ ഇടയായി. അപ്പോൾ അന്ന് ഹമീദ് സാറായിരുന്നു നമ്മളെ ഇപ്പോഴത്തെ മൂപ്പൻസ് ഗ്രൂപ്പുണ്ട്, ആസാദ് മൂപ്പൻ്റെ വീടൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ അദ്ദേഹം ഹമീദ് ഖാൻ്റെ അവിടെ വന്നപ്പോഴാണ് നിളേൻ്റെ രുചി ആസാദ് മൂപ്പൻ സാറ്. അപ്പോൾ ആള് ഉടനെ ആ ഹൗസ് വാമിങ്ങും മോളുടെ കല്യാണവും എല്ലാം നിളനെ ഏൽപ്പിച്ചു. 2004 കേട്ടോ. അന്ന് ഇവൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും കേരളത്തിൽ ഇല്ലാത്തൊരു സമയത്താണ്. അന്ന് നമുക്കതൊരു 3000, 4000, 5000 ആളുടെ വലിയൊരു ഫങ്ഷൻ ആദ്യമായിട്ടാണ് ആ പീരീഡിൽ നമുക്ക് കിട്ടുന്നത്. ആ ഫങ്ഷൻ ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യും. പിന്നെ ആ ഫങ്ഷൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയത് MA യൂസുഫ് അലി സാറ് അവിടെ വന്നു ഈ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിനും നിളൻ്റെ രുചി അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രുചി അറിഞ്ഞോട് കൂടിയിട്ടാണ് നമ്മളുടെ തലവര പിന്നെ അങ്ങോട്ട് മാറി. അദ്ദേഹമാണ് സത്യം പറഞ്ഞാൽ മാറ്റിയത്. 2005 അദ്ദേഹം ലുലു കൺവെൻഷൻ സെൻറ്റർ
ഇനോഗ്രേഷൻ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോളുടെ കല്യാണം, എല്ലാം നിളനെ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 25,000 ആള്, ഒരു 15,000 ആള്, ഒരു 4,000 ആള്, അങ്ങനെ 3-4 സ്റ്റെപ്പിൽ ചെയ്ത അത് നമ്മൾക്ക് അതോടുകൂടി പിന്നെ ഈ ഒരു നിമിഷം വരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. അതാണ് നമ്മളെ ടേണിംഗ് പോയിന്റ്. അദ്ദേഹം ഇന്നും ഒരു കഴിഞ്ഞ മാസം പോലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് എന്നും നമ്മളായിട്ട് വലിയൊരു വെൽവിഷറാണ് അദ്ദേഹം. നിള എങ്ങനെയാണ് ഈ രുചിയിലൂടെ മയക്കിയത്? എങ്ങനെയാണ്, എന്താണ് നിളയുടെ ആ ഒരു രഹസ്യം എന്താണ്? രഹസ്യമായിട്ട് അങ്ങനെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്തഫ ഖാൻ്റെ ഒരു വിഷനാണ് നമ്മൾ ഈ ലൈവ് കൺസെപ്റ്റുകൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അന്നൊക്കെ 2004, 2005 നമ്മൾ ആരും കിച്ചൺ കാണില്ല, എവിടെയാണ് ഉണ്ടാക്കണ അറിയില്ല അന്ന്. അപ്പോൾ അദ്ദേഹത്തിന് അന്നൊരു വീക്ഷണം ഉണ്ടായിരുന്നു. അതായത് ആൾക്കാരെ മുന്നിൽ വെച്ച് ദോശ ചുടുക, ആൾക്കാരെ മുന്നിൽ വെച്ച് റുമാലി ചുട്ടി ചുടുക, അങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. അത് നിള ശരിക്കും പുറത്തേക്ക് കൊടുക്കും. അപ്പോൾ ആ ട്രെൻഡൊക്കെ നിളയാണ് എല്ലാം. അതെ കാറ്ററേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെൻഡിൻ്റെ ആൾക്കാർ നമ്മൾ തന്നെയാണ്. അത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വലിയൊരു ധൈര്യമാണ്. അതായത് 4,000, 5,000, 10,000, കാരണം 2005 25,000 ആളുടെ ഫുഡ് ഓർഡർ എടുക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതാണ്. ഈ 25,000 ആളെന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് മീറ്റ് വേണം, പച്ചക്കറി വേണം, ഇതൊക്കെ കറക്റ്റ് ടൈം കാര്യങ്ങൾ. ഒരു ഉപ്പ് എവിടെയെങ്കിലും വ്യത്യാസം വന്ന ഒരാൾ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ തന്നെ അത് പ്രശ്നമാണ്. പക്ഷെ അത് പിന്നൊരു ദൈവികതയും കൂടി ഇതിലുണ്ട്. മനസ്സറിഞ്ഞ് നമ്മൾ വിളമ്പുക എന്നൊക്കെ പറയുമല്ലോ. ഈ മീറ്റൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഫ്രഷ് ആയിരിക്കുമല്ലോ, ഫ്രോസൺ ആണോ? ഈ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴും ദ ബെസ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ. അത് മീറ്റ് ആണെങ്കിലും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ ബിരിയാണി റൈസ് എന്ന് പറയുന്നത് 35 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള റൈസ് വരും. അപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു 240, 250 രൂപേൻ്റെ അരിയാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പം ഈ പൊലിമകൾ കൂടും, ടേസ്റ്റ് കൂടും. നമ്മൾ വെറുതെ വില കുറഞ്ഞത് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്ക് ആ ടേസ്റ്റിലായിട്ട് എത്താൻ പറ്റില്ല. അതേപോലെ തന്നെ നിള ഫ്രോസൺ ഉപയോഗിക്കുകയില്ല, എല്ലാം ഫ്രഷാണ്. കാരണം ഇപ്പോഴത്തെ അവൈലബിലിറ്റി കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും എന്ത് സാധനം നമുക്ക് ഫ്രഷ് കിട്ടും. കോഴി ആയിക്കോട്ടെ, മട്ടൺ ആയിക്കോട്ടെ, ബീഫായിക്കോട്ടെ. നമ്മളുടെ ഒരു സ്ഥാപനത്തിലും കോൾഡ് റൂം ഇല്ല. നമ്മൾ എവിടെയാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമുക്ക് സപ്ലൈസ് ഉണ്ട് ഓരോരോ സ്ഥലത്ത്. അത് ഇപ്പോൾ തിരുവനന്തപുരം ഫംഗ്ഷൻ നടക്കുന്ന വെച്ചാൽ എറണാകുളത്ത് നിന്ന് മീറ്റ് കൊണ്ട് ഈ പെരിഷബിൾ ഐറ്റംസ് എല്ലാം നമ്മൾ അതാത് സ്ഥലത്തു നിന്നാണ് പർച്ചേസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടൈം കാര്യങ്ങൾ കട്ടിങ്ങിൻ്റെ എല്ലാം പറയും. അപ്പോൾ അവർ അതേപോലെ കൊടുന്നു തരും. ഓക്കെ, അത് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഷെഫ്, അതേപോലെ തന്നെ ഇതിനൊക്കെ നല്ല കൈപ്പുണ്യമുള്ള ആൾക്കാർ വേണമല്ലോ. ഇതൊക്കെ നിളയുടെ സ്റ്റാഫാണോ അതോ നമ്മൾ ഇതാണോ, എങ്ങനെയാണ് നിളയുടെ? ഇപ്പോൾ നിളനെ സംബന്ധിച്ചിട്ട് അറൗണ്ട് ഒരു 100-120 ഷെഫുമാരുടെ ഒരു പാനൽ തന്നെ ഉണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഷെഫ്, ബാക്കിയുള്ളവർ അതിൻ്റെ കീഴിലുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റാഫ് സ്ട്രെങ്ത്തും. നമ്മളൊരിക്കലും ഒരു ഷെഫിനെ ഇപ്പോൾ പഠിച്ചു വന്നിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇൻ്റർവ്യൂവിന് ആരെങ്കിലും വന്നാൽ 2-3 ദിവസം ട്രയലിന് കിച്ചണിലേക്ക് വിടും. അദ്ദേഹത്തിന് എന്തിലാണോ, അപ്പം ചുടാനാണോ, പൊറോട്ട ചുടാനാണോ, കറി വെക്കുന്നത്, അതിൽ ആ കൈപുണ്യത്തിൽ മാത്രമാണ് നിള എടുക്കുന്നുള്ളൂ. പിന്നെ ഇന്ത്യൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ. അതായത് ആ ഫുഡിന്റെ ആ ഓതന്റിസിറ്റി. അതെ, ആരാണോ ഇപ്പോൾ ജ്യൂസ് മേക്കർ ആണെങ്കിൽ അത്, പിന്നെ തന്തൂറാണെങ്കിൽ നോർത്ത് നിന്ന്, മറ്റേ ബിരിയാണി ആണെങ്കിൽ കണ്ണൂർ സൈഡിൽ നിന്ന് കൊണ്ടുവരും. ഇപ്പോൾ നമ്മളിൽ ക്ലീനിങ്ങിന് വന്നതായാലും സർവീസിന് വന്നതായാലും ആർക്കൊക്കെ എന്തിനൊക്കെ ഈ കിച്ചണായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുണ്ട്, ഉടനെ നമ്മൾ കിച്ചണിലേക്ക് ചെയ്യും, അവരെ കട്ടിങ് പഠിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ മോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണ് പൊതുവെ ചെയ്യുന്നത് നമ്മളുടെ ഒരു സ്റ്റൈലിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു 250 ഫങ്ഷനും നിങ്ങൾ പോയാൽ സെയിം ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സ്റ്റാൻഡേർഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തരുടെ സ്റ്റൈലിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലത്തും പല ടേസ്റ്റാണ് വരിക. അത് പറ്റില്ല. ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരെങ്കിലും മനസ്സിലോട്ട് കടത്തിവിട്ടതാണോ? നിങ്ങളുടെ മോളുടെ കല്യാണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 3-4 ഫങ്ഷൻ ഉണ്ടാവും മാക്സിമം. ഒന്നൊക്കെ കല്യാണം, ബർത്ത്ഡേ, വീട് കൂടൽ,
അപ്പോൾ നിങ്ങളുടെ ഒരു സ്വപ്നങ്ങളാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്, മനസ്സിലായി? അതായത് നിങ്ങൾക്ക് കല്യാണത്തിന് ഇന്ന ആൾക്കാരെ വിളിച്ചു, അല്ലെങ്കിൽ ഫംഗ്ഷന് ആൾക്കാരെ വിളിച്ചിട്ട് അവർക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് അത്. ഇപ്പോൾ 5 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങാൻ പറഞ്ഞ് ഞാൻ 2 മണിക്ക് ഫുഡ് കൊടുത്തിട്ട് കാര്യമില്ല, ഞാനത് 8 മണിക്ക് തന്നിട്ടും കാര്യമില്ല. ഈ 5 മണിക്ക് തന്നെ നിങ്ങൾക്കത് തരണം. നിങ്ങൾക്ക് ക്ഷണിച്ച ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. വന്ന ആൾക്കാർക്ക് ദ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആൾക്കാർ നിളനെ ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും ആ വിശ്വാസം തകർക്കാൻ പറ്റില്ല. തകർക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ, നിങ്ങളുടെ ലൈഫ് പിന്നെ ആ ഫങ്ഷൻ മോശമായിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങളത് കേൾക്കേണ്ടി വരും. അത് തന്നെയാണ് ദ ബെസ്റ്റ് എന്ന് എപ്പോഴും പറയുന്നത്. എപ്പോഴും നമ്മൾ മീറ്റിങ്ങുകളിൽ പറയുന്നതാണ്, ഒരാളുടെ സ്വപ്നങ്ങളും നമ്മൾ അടിച്ചമർത്താൻ പാടില്ല. നിളൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ 25 ഇയേഴ്സ് ആയതുകൊണ്ട് അച്ഛനും അമ്മേൻ്റെയും അന്ന് 2000 ചെയ്തിട്ടുണ്ട്, മക്കളുടെ നമ്മൾ ചെയ്യാൻ തുടങ്ങി, അടുത്ത ജനറേഷനായി ശരിക്കും. അപ്പോൾ ബെസ്റ്റ് തന്നെ വേണ്ടേ എല്ലാത്തിലും. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നീള ചെയ്യണേ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ ചെയ്യുന്നുണ്ട് നന്നായിട്ട്, പിന്നെ കർണാടകയിൽ കുറച്ച്, വളരെ കുറച്ച്. പക്ഷെ നമുക്കൊന്നും കൂടുതൽ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ല. കേരളത്തിൽ തന്നെ ആവറേജ് പെർ ഇയർ 1,00,000 ഇവൻസാണ് നടക്കുന്നത്. 10,000 ഇവൻസാണ് പെർ മന്ത് നടക്കുക. അപ്പോൾ ഈ 10,000 ഇത്ര തന്നെ ഇത് ചെയ്തു തീർക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെയൊക്കെ എത്രയോ ശതമാനം മാത്രമാണ് നിള ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാ കൂടുതൽ പുറത്തേക്ക് പോകുന്നത്? ശരി, അവസരങ്ങൾ ഇഷ്ടമാതിരി ഇവിടെ തന്നെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇതെങ്ങനെയാ ഷബാബ് ഇതിനിങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ നടത്തണം? എല്ലായിടത്തും ഷബാബിന്റെ കണ്ണെത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടോ നിളയിൽ? എങ്ങനെയാ പ്രൊഫഷണലൈസേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ? നമ്മുടെ 2015 മുതൽ നമ്മളൊരു അടുത്ത സ്റ്റെപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈസ് പ്രസിഡൻറ്റ് മുതൽ GM മുതൽ അങ്ങനെ ഒരു കാറ്റഗറികൾ കംപ്ലീറ്റ് കൊടുന്നു. മെയിനായിട്ട് ഉള്ളിലുള്ള ആൾക്കാരിനെ തന്നെ മാക്സിമം പ്രൊമോഷനുകൾ ചെയ്തു തുടങ്ങി. 2-3 കൊല്ലം മുന്നേ നമ്മൾ ഇത് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു. അതായത് അതിപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അവർക്ക് കാറ്ററേഴ്സിനെ പറ്റി അറിയില്ലായിരുന്നു, പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് ബെസ്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിളയിലേക്കൊരു കോള് വന്നു, അപ്പോൾ ഡെയിലി എനിക്ക് തോന്നുന്നു നമുക്കൊരു 40 to 45 കോൾസ് ആവറേജ് വരും. അതിൽ കുറേ ഫേക്ക് ഉണ്ടാവും, കുറേ. അപ്പോൾ ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലാണെങ്കിലാണ് ഇതിൻ്റെ, നമുക്ക് എല്ലാ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ അത് പിക്ക് ചെയ്യും, അത് എത്രാമത്തെ കോളാണ്, അതെങ്ങനെയാണ്, അയാൾക്ക് ജെന്യൂൻ ആണോ. അപ്പോൾ അതിന് 2-3 പ്രോസസ്. ഈ സോഫ്റ്റ്വെയറാണ് ലാസ്റ്റ് കിച്ചണിൽ വരെ ഇത് എത്തിക്കുന്നത്. അത് ചിലപ്പോൾ തിരുവനന്തപുരം ആവാം, ചിലപ്പോൾ 1500 ആളാവാം, ഇന്ന ഫുഡാവാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സോഫ്റ്റ്വെയറാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ കോള് വരുന്നത് തുടങ്ങി കിച്ചൺ വരെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ്. അതെ. അപ്പം കോളുകൾ എന്താ വെച്ചാൽ മിസ്സാവുമല്ലോ പൊതുവെ, തിരിച്ചു വിളിക്കാം, അത് ഇത് റിമൈൻഡ് ചെയ്യും. അപ്പം നമ്മൾ അതിനൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഒരു കോള് ഇന്നത്, അത് ഫേക്കാണോ, രണ്ടാമത് വിളിച്ചു, ആ വിളിച്ച ആളെ തിരുവനന്തപുരം കാണാൻ പോയി, അത് ഏത് മാനേജറാണ് പോയത്, അത് എന്താണ് അവർ സംസാരിച്ചത്, അതെല്ലാം വന്നു. പിന്നെ അവർക്ക് 3 നോൺ വെജിൻ്റെ ഫുഡാണോ 4 നോൺ വെജ്, അങ്ങനെ ഒരു മെനു പ്ലാൻ ചെയ്തു. പിന്നെ അവർ ആശയങ്ങൾ, അങ്ങനെ അതൊരു ബെസ്റ്റ് സോഫ്റ്റ്വെയറാണ്. അത് സോഹോ ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ അവർ ശരിക്കും എന്താ വെച്ചാൽ കാറ്ററിംഗ് മേഖലയിൽ ഇല്ലാത്തതാണ്, നമ്മളാണ് അവരുടെ അടുത്ത് പോയത്, അവരിങ്ങോട്ട് വന്നതല്ല. ഇപ്പോഴും സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ്, തീർന്നിട്ടില്ല. കാരണം ഓരോ വർഷം കൂടുന്തോറും ഇതിങ്ങനെ മാറി മാറി വരണമല്ലോ. പലപ്പോഴും പല സദ്യക്കും, നമ്മുടെ ചെറിയ കല്യാണങ്ങൾക്കും ചെറിയ ഫംഗ്ഷനും വരാൻ ഒന്നില്ലെങ്കിൽ തികയാതെ വരും, അല്ലെങ്കിൽ ബാക്കി വരും, അല്ലെങ്കിൽ ഇത് സമയത്തിന് നമുക്ക് പലതും ചെയ്യാൻ പറ്റാതെ വരും. നിളയാണെങ്കിൽ വലിയ പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ കൃത്യം സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ഫുഡ് കൃത്യമായിട്ട് എത്തിക്കാൻ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ നിങ്ങൾ? പിന്നെ ഓരോ സ്റ്റെപ്പിനും നമ്മൾ ഓരോ ഹെഡുകളുണ്ട്. ഈ ഹെഡുകൾ കംപ്ലീറ്റ് ചെയ്ത് നിയന്ത്രിച്ച് ക്ലിയർ ചെയ്തിട്ട് ലോജിസ്റ്റിക് ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ പറഞ്ഞില്ല, 20 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 20 സ്ഥലത്താണ്. ഫുഡൊക്കെ ചിലപ്പോൾ ബാക്കി വന്നിരിക്കും. അപ്പോൾ ആ ബാക്കി വന്ന ഫുഡൊക്കെ നമ്മൾ എങ്ങനെയാണ് അനാഥാലയങ്ങളിലൊക്കെ എത്തിക്കുക? അതെങ്ങനെയാണ് അതിനകത്തൊരു ഷബാബ് എന്താ ചെയ്യാറ്? ഈ ബാക്കി വന്ന ഫുഡ് കഴിക്കേണ്ട കുട്ടികളല്ല അനാഥാലയത്തിലുള്ളത്, ബാക്കി വന്ന കഴിക്കേണ്ടതല്ല വൃദ്ധസദനത്തിലുള്ളത്. ഈ നമ്മളിപ്പോൾ ഒരാൾക്ക് മകളുടെ കല്യാണം, മകൻ്റെ കല്യാണം, അവർ ആദ്യം തന്നെ അനാഥാലയത്തിൽ കൊടുത്തോട്ടെ. നമ്മൾ ഈ ബാക്കി വരുന്നത് എന്നും
ഇങ്ങനെ കേൾക്കാം പല സ്ഥലത്തു നിന്നും. ഇപ്പോൾ 2:30 മണി 3 മണിയായ ഉച്ചക്കത്തെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-4 ചെമ്പ് ബിരിയാണിയൊക്കെ. അപ്പോൾ ചില ബന്ധുക്കളൊക്കെ വന്നിട്ട് അവർ പറയാം എന്നാൽ പിന്നെ അനാഥാലയത്തിൽ കൊടുക്കുക, അത് ചെയ്യുക. അതൊരിക്കലും വലിയ തെറ്റാണ് നമ്മൾ ചെയ്യണം. ഒന്ന്, ആ കുട്ടികളൊന്നും ഇത് കഴിക്കണ്ട. പിന്നെ നമ്മൾ ഈ മറ്റേ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഫുഡിന് മാക്സിമം ലൈഫ് 5 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 മണി അല്ല ഒരു 8 മണിക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. 8 മണി എന്ന് പറഞ്ഞാൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഈ ടൈം പീരീഡ് ഇല്ലാതെ വരുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ ഉച്ചയ്ക്കുള്ളത് ബാക്കി കുറേ പേര് പറയും വീട്ടിൽ തന്നോളൂ, ഞങ്ങൾ ഒരിക്കലും ഇത് കൊടുക്കില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കുക ഇനി വേറെ വല്ല ഫംഗ്ഷൻ, ഒരിക്കലും അതല്ല. ഇത് രാത്രി വീട്ടിൽ കൊണ്ടുപോകും. ചിലപ്പോൾ ഇത്രയും സമയമായിട്ടോ അത് ഡ്രമ്മിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും, വേറെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കയറ്റും. രാത്രിയാകുമ്പോൾ അവരത് കഴിക്കും. അതിലത്തെ ആർക്കെങ്കിലും വയറുവേദന വരും. പിറ്റേ ദിവസം അത് സെർവൻ്റ് ചിലപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ആ സെർവൻ്റിൻ്റെ കുട്ടിക്ക് അപ്പോഴൊക്കെ പറയാം എന്താ വെച്ചാൽ ഇന്നലത്തെ ആ ഫംഗ്ഷന് കഴിച്ച ഫുഡിനാണ് പ്രശ്നം എന്ന് പറയാം. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റേ നമുക്കില്ല. അത് നമ്മളുടെ സ്ട്രിക്റ്റ് റൂളാണ്. ഫുഡ് ബാക്കി വന്ന ആനിമൽ ഫാംസാണ് മെയിനായിട്ട് ഇത് കൊണ്ടുവന്നത്. ആൾക്കാർ വരും, അപ്പോൾ അവർക്ക് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതേപോലെ ഏറ്റവും ഡേഞ്ചർ സാധനമാണ് ഈ റോ മീറ്റ്. അതായത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് പ്രശ്നം, അതിനൊക്കെ ഓരോ ഏജൻസികൾക്ക് നമ്മളിത് ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അല്ലാതെ അവിടെ ഇട്ടു ഇവിടെ ഇട്ടു അതൊരിക്കലും പ്രാക്ടിക്കലും അല്ല. ഈ കുക്ക്ഡ് ഫുഡിനേക്കാളും ഡേഞ്ചറാണ് റോ ഫുഡ് വരുന്നത്. അപ്പോൾ അതിന് ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ കൂടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഒരു ബിസിനസ് സാധ്യതയുള്ള ഫീൽഡാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിന് പറ്റിയ ഫുള്ളായി പ്രൊഫഷണൽ ആൾക്കാർ കേരളത്തിൽ ഇപ്പോഴും ഇല്ല. ഉള്ള ആൾക്കാരെ വെച്ചിട്ട് സെഗ്രിഗേറ്റ് ഒക്കെ ചെയ്ത് അവർ അതിൻ്റെ പാട്ടിന് കൊണ്ടുപോകുന്നുണ്ട്. അതായത് എത്തിക്കലായിട്ട് തന്നെയാണ് നമ്മളെ വളരെ പെർഫെക്റ്റ്. ഫുഡ് കൊടുക്കുന്നത് ഹോസ്പിറ്റാലിറ്റി സർവീസ് ദ ബെസ്റ്റ് ആണെങ്കിൽ തന്നെ അതിൻ്റെ ബാക്കപ്പ് അതിലും ബെസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് പറ്റില്ല. നീള ശരിക്കും വലിയ വലിയ ആൾക്കാർക്ക് ഉള്ളതാണോ? ഭയങ്കര വലിയ ആൾക്കാർക്ക് പറ്റുന്നതാണോ നീളയുടെ കാറ്ററിംഗ്, അല്ലെങ്കിൽ സാധാരണക്കാർക്കൊക്കെ പറ്റുമോ? ഇപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻസ്, നല്ല വിലയുള്ള അരി, നല്ല അടിപൊളി നമ്മളുടേതായ ടീം, സോഫ്റ്റ്വെയർ, ഇതൊക്കെ കമ്പനിയുടെ ചിലവ് കൂട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വലിയ ആൾക്കാർക്ക് ഉള്ളതാണോ നില കാറ്ററേഴ്സ്? സാധാരണക്കാർക്ക് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ വലിയ കല്യാണങ്ങൾ മാത്രം ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. നമ്മളെ സംബന്ധിച്ചിട്ട് 1000-ഓളം പെർമനൻറ്റ് സ്റ്റാഫ് തന്നെ നമുക്കുണ്ട്. പിന്നെ ഏകദേശം ഒരു 1000-ഓളം ODC ജീവനക്കാരും ഉണ്ട്. അപ്പോൾ 12,000 ആൾക്ക് ജോലി സ്ഥിരമായിട്ട് കൊടുക്കണമെങ്കിൽ വലുത് മാത്രം ചെയ്തിരുന്ന പ്രാക്ടിക്കൽ അല്ല. പിന്നെ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ആർഭാട കല്യാണം. കല്യാണം ഇത്ര ആർഭാടമാക്കേണ്ടതുണ്ടോ? ഇതൊക്കെ ലളിതമായിട്ട് നടത്തിയാൽ പോരെ? ഷബാബാണെങ്കിൽ ഈ കല്യാണങ്ങളും ഇവൻസിൻ്റെയൊക്കെ ഒരാളാണ്. ഈ ആർഭാട കല്യാണം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട കാര്യമാണോ, അതോ അതൊക്കെ ആവശ്യമാണോ? എന്താ ഷബാബിൻ്റെ അഭിപ്രായം? 2 വശങ്ങൾ അതിനുണ്ട്. ഒന്ന്, ഇപ്പോൾ കൊച്ചിയിലൊരു കൺവെൻഷൻ സെൻറ്ററിൽ ഒരു 1000 ആളുടെ ഫംഗ്ഷൻ, ഒരു ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10 lakhs ആയിരിക്കും അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാവുക. ഭക്ഷണം, ഓഡിറ്റോറിയം. അപ്പോൾ അത് പൈസ ആൾക്കാരുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അവർ ആ 10 ലക്ഷം ചിലവാക്കുന്നത്. അപ്പോൾ ഈ 10 ലക്ഷം ചിലവാക്കിയിട്ട് ഒരു 1000 ആളുടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആവറേജ് അതൊരു 400 കുടുംബങ്ങൾക്കാണ് അത് പോകുന്നത്. അതിൽ ഓഡിറ്റോറിയത്തിന് പൈസ കിട്ടും, ഭക്ഷണത്തിന് പൈസ കിട്ടും, മീറ്റ്, പച്ചക്കറി, ഓട്ടോറിക്ഷ, റെയിൽവേ സ്റ്റേഷൻ, ബസ്. അപ്പോൾ എന്താ പിന്നെ ഈ ആർഭാടം എന്ന് പറയുന്നത് എന്തിനാണ്? മനസ്സിലായില്ല. ആർഭാടമല്ലല്ലോ അത് ഉപജീവന മാർഗം കൊടുത്തോണ്ടിരിക്കുകയല്ലേ. ആർക്കാ 400 ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് ഒരേ സമയം? 4 മണിക്കൂർ കൊണ്ട് 400 കുടുംബങ്ങൾക്ക് ആ പൈസ പോയി. എൻ്റെ ഒപ്പീനിയനിൽ അതിന് ആർഭാടം എന്ന് പറയാൻ പറ്റില്ല. ഉപജീവന മാർഗം കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഈ പ്രവാസികളായ ആൾക്കാരൊക്കെ ഉണ്ടാവും, വലിയ വലിയ ബിസിനസ്സുകാരും വലിയ പുറത്തുള്ള ആൾക്കാരൊക്കെ. അവർ ഇപ്പം മക്കൾക്കൊക്കെ കേരളത്തിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. മക്കൾക്ക് കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കണം, തറവാട്ടിൽ, അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. നിങ്ങൾ എങ്ങനെയാണ് അവരുടെയൊക്കെ ഇവൻ്റൊക്കെ എടുക്കാറുണ്ടോ? UK പോലത്തെ സ്ഥലങ്ങളിൽ പോവും. അതെന്താ വെച്ചാൽ ഒരു 2-3 ക്ലയൻറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇവിടെ വരാനോ ഇത് ഹോളിനെ പറ്റി അറിയാനോ ഏത് ജില്ല അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ തന്നെ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കി അവിടെ നിന്ന് തന്നെ അഡ്വാൻസും മേടിച്ച്
വരും. അത് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. ഒരു UK ട്രിപ്പൊക്കെ പോയാൽ ഒരു 4 ഫംഗ്ഷൻ 5 ഫംഗ്ഷൻ നമുക്ക് കൺഫേം ആക്കിയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ട്രാവലുമായി അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഒന്നും വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഷബാബിൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ലെബനോണിൽ ഒരു വലിയൊരു മതാധ്യക്ഷൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. എന്താ അത്, ലെബനോണിൽ വരെ പോയത് എന്താ അത്? ബാവ അദ്ദേഹം ഇവിടെ ഇന്ത്യയിലത്തെ അവരെ 2ാമത്തെ ആള് മരിച്ചിരുന്നു, മലയാളിയാണ്. അപ്പോൾ അത് പുത്തൻകുരിശ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ മരിച്ചതിൻ്റെ ഫങ്ഷന് നമുക്ക് 25,000 ആളുടെ ഒരു ഓർഡർ തന്നു. അപ്പോൾ ആ മരിച്ച ബാവേൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു ഇന്ന സൈസിലുള്ള മീൻ, ഇന്ന സൈസിലുള്ള ബീഫ്. പണ്ടേ അദ്ദേഹം പറയൂത്രേ, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നാൽ എനിക്ക് ഇത്ര അധികം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള അവരെ അണികളെടുത്ത്. അപ്പോൾ അവരിങ്ങനെ നോക്കിയപ്പോൾ അത് തൽക്കാലം നിളക്കാൻ ഓർഡർ വന്നു. എങ്ങനെയൊക്കെയോ നമ്മൾ അവരെ മുന്നേ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ നമ്മളുടെ ഒരു ഭാഗ്യം കൊണ്ട് അത് വന്നു. അപ്പോൾ നാളെയാണ് ഫംഗ്ഷൻ എങ്കിൽ നമ്മളെല്ലാം പ്രിപ്പയർ, അത് നമ്മൾ അവർ പ്രിമിസസ് പോയിട്ടാണ് ചെയ്യുന്നത്. 25,000 ആളാണ് കേട്ടോ. അപ്പോൾ ലെബനോന്ന് ബാവ വന്നു, ഇതിൻ്റെ ഹെഡ് വന്നു, തലേ ദിവസം ഇവിടെ വന്നു. അപ്പോൾ തലേ ദിവസം വന്നപ്പോൾ ഒരാളിങ്ങനെ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഇങ്ങനെ സംസാരിച്ച്, അപ്പോൾ നാളെ എത്ര ആളെ ഭക്ഷണം, അപ്പോൾ 25, അദ്ദേഹത്തിന് ഭയങ്കര ഒരു അത്ഭുതം, ഇത്ര 25,000 ആൾക്ക് എങ്ങനെ. അപ്പോൾ അത് ഇവിടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ കിച്ചൺ കാണാൻ വന്നു തലേ ദിവസം. അപ്പോൾ അദ്ദേഹം ആകെ ഷോക്കായി, വലിയ ചെമ്പും ഉരുളിയും ലോഡ് കണക്കിന് മീറ്റും. ആള് ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി ആൾക്ക്. എന്നിട്ട് പിറ്റേ ദിവസം ഒരാൾക്ക് പോലും ഒരു പ്രശ്നമില്ലാണ്ട് ഈ മരിച്ച ഭാവം എന്താ മനസ്സിൽ കണ്ട അതേപോലെ നമുക്കവിടെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതും ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ലെബനോണിലേക്ക് ക്ഷണിച്ചു. അതെ അതെ അതെ, പുതിയ സ്ഥാനാരോഹണത്തിന് വേണ്ടിയിട്ട് പുതിയ ആളുടെ. അപ്പോൾ അവിടെ പോയി അദ്ദേഹം അന്ന് എനിക്ക് നോമ്പൊക്കെ ആയിരുന്നു ശരിക്ക്. എന്നിട്ട് അദ്ദേഹമാണ് നോമ്പ് തുറക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെ ഒരുക്കി തന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ് വിട്ടു. ഇപ്പൊ നല്ലൊരു ബന്ധമാണ് അവരായിട്ട്. ശരി. ഇപ്പോൾ ബന്ധങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ബന്ധത്തിൻ്റെ എന്ന് വെച്ചാൽ ബാക്കി എന്ത് കാര്യം സംസാരിക്കാൻ ചെന്നാലും അവർ ചിലപ്പോൾ സെക്രട്ടറിനോടൊക്കെ സംസാരിക്കാൻ പറയും. ഷബാബിനെ അപ്പം ഇങ്ങനെ ഈ ബന്ധങ്ങൾ ഒരു ഇതാണല്ലേ. യൂസഫലിക്കായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? യൂസഫലിക്ക ഷബാബിൻ്റെ ഫുഡിൻ്റെ ഭയങ്കര ആരാധകനാണോ? നമ്മളെ ടേണിംഗ് പോയിന്റ് യൂസഫലിക്കായിരുന്നു 2005. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഏത് ഫുഡ് ഉണ്ടെങ്കിലും നമ്മൾ, പിന്നെന്താ വെച്ചാൽ പിൽക്കാലത്ത് അദ്ദേഹം കുറേ 5 സ്റ്റാർ ഹോട്ടൽസൊക്കെ കുറച്ചൊന്നും മാറിപ്പോയെങ്കിലും നമ്മൾ വിട്ടിട്ടൊരു കളി അദ്ദേഹത്തിന് ഇല്ല പൊതുവെ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഫങ്ഷൻസിനൊക്കെ ആൾ വരികയൊക്കെ ചെയ്യുമ്പം ഫുൾ ഡയറ്റാണ്, ചുറ്റും ആൾക്കാരായിരിക്കും, ഡോക്ടർ ഉണ്ടാവും, മറ്റേ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആളുണ്ടാവും, അങ്ങനെയാണ് മൂപ്പര്. അപ്പോൾ നിളൻ്റെ ഫുഡാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ മൂപ്പര് വരും, വന്ന് ഇരിക്കും. അപ്പോൾ ഇവരൊന്നും കഴിക്കാൻ സമ്മതിക്കില്ല, എന്നാലും കുറച്ച് ബീഫോ പൊറോട്ടയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അഥവാ കഴിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായി, ഒരു 2-3 മാസം മുന്നേ, ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആള് അബുദാബി പോവുക, അത് തൃശ്ശൂരായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ. എന്നിട്ട് ഹെലികോപ്റ്ററിൽ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പോകും. അപ്പോൾ തീരെ സമയമില്ല. അപ്പോൾ മൂപ്പര് അസിസ്റ്റൻ്റ് അടുത്ത് തന്നെ പറയാം, നിളൻ്റെ അല്ലേ കുറച്ച് പാക്ക് ചെയ്തെടുത്തോ, നമുക്ക് ചോപ്പറിന്ന് കഴിക്കാമെന്ന് പോലും പറയുക. അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. ഇന്നും ആ ഒരു സൗഹൃദവും എല്ലാം നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ കാണാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭക്ഷണത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന. അപ്പോൾ ഈ അദ്ദേഹത്തിന് എങ്ങനെയാ, വലിയ മീനൊക്കെ ആയിരുന്നോ? കഴിഞ്ഞ 10 കൊല്ലം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ CMനൊക്കെ നമുക്കും ഒരു സെർവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ കുറേ ഫങ്ഷൻസും ഗവൺമെൻറ് ഫങ്ഷൻസും. പിണറായി സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കണമ്പ് മീനാണ്. കണമ്പ്, വരാല്, അതൊക്കെയാണ് മൂപ്പര് കഴിക്കും. മൂപ്പര് റെഡ് മീറ്റ് കഴിക്കില്ല തീരെ. കണമ്പ്, വരാല്, പിന്നെ ലീഫ് ഐറ്റംസ്, ലീഫ് സാലഡ്സ് ഒക്കെ. അല്ലാണ്ട് വലിയ മീനിൻ്റെ ഒന്നും ആളല്ല അദ്ദേഹം. കേരളത്തിലെ ഒരുപാടത്തിൽപ്പെട്ട നല്ല സെലിബ്രിറ്റികളുടെ കല്യാണങ്ങളായിക്കോട്ടെ, നല്ല ചടങ്ങുകളായിക്കോട്ടെ, നീളം അതിനകത്തൊരു സാന്നിധ്യമാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി കല്യാണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് മറക്കാനാവാത്ത വല്ല ഓർമ്മ വല്ലതും ഉണ്ടോ, അനുഭവം വല്ലതും ഉണ്ടോ? ദുൽഖർ സൽമാൻ്റെ കല്യാണം വെഡ്ഡിങ് നമ്മളാണ് നടത്തിയിട്ടുള്ളത്. മമ്മൂക്ക ആദ്യം ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ 5 സ്റ്റാർ ഹോട്ടലിൽ ഔട്ട്സൈഡേഴ്സ് കാറ്ററേഴ്സിനെ കയറ്റില്ല.
എന്നിട്ട് അദ്ദേഹം അത് റമദയിലേക്ക് മാറ്റി. അപ്പോൾ റമദ നമ്മളായതുകൊണ്ടും അതും അപ്പോൾ നമുക്കൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് മെയിൻ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണത് റമദയിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ വേണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം വെന്യൂ പോലും മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് തന്നു. അത് ബെസ്റ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ നമ്മളുടെ ഫുഡിൻ്റെ ഫാനാണ്. ചിക്കനാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. ഡ്രൈ സ്പ്രിങ് ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒക്കെ ഒരു ആളാണ് മൂപ്പര്. ഈ ഒരുപാട് പേർക്ക് ഭക്ഷണം വിളമ്പിയിട്ടുണ്ടല്ലോ, അപ്പം നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരിൽ ആരെയാ? എല്ലാവരും ഇപ്പോൾ ഒരു ഫങ്ഷന് വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണം. ഒരുവിധം നല്ല ഭക്ഷണമാണെങ്കിൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കലുണ്ട് പൊതുവെ. അത് ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ പേരെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജോയ് ആലുക്കാസിൻ്റെ വൈഫ് ജോളി മാഡം ഉണ്ട്. മാഡം ഫോക്ക് ആൻഡ് നൈഫിൽ പൊറാട്ടയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഞാൻ ആസ്വദിച്ച് കണ്ടു നിന്നിട്ടുണ്ട്. കാരണം അത്ര വൃത്തി കഴിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ബാക്കിയെല്ലാം ഫോക്കിൽ കട്ട് ചെയ്യാം, പക്ഷെ ഒരു പൊറാട്ട അടക്കം വളരെ ഭംഗിയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. നമ്മുടെ ഒരു കാറ്ററിംഗ് നടക്കണോടത്ത് അറിയാതെ ചെല്ലാറുണ്ടോ ഷബാബ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അവർ തൃപ്തരാണോ എന്നറിയാനായിട്ട് ഇൻ പേഴ്സൺ ചെന്ന്? അതെ അതെ, പറ്റുന്ന സമയത്തൊക്കെ ഫങ്ഷൻസിന് പോവും. ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, നമ്മൾ എത്ര വലിയ ബ്രാൻഡ് ഉണ്ടെങ്കിലും ആ ബ്രാൻഡിൻ്റെ ഒരാൾ അവരായിട്ട് ഇപ്പോൾ അവരുടെ ഒരു കല്യാണം വരുമ്പോൾ കുറേ ബ്രാൻഡ്സ് ഉണ്ടാവും അവർക്ക് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഏതൊരു ബ്രാൻഡും അതിൻ്റെ ഹെഡോ ആരെങ്കിലും ഇവരായിട്ട് കുറച്ചും കൂടി പരിചയം ഉണ്ടെങ്കിൽ അതിലോട്ടാണ് അവർ പോവുക. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു 1000 ആളുടെ ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് എപ്പോഴും അങ്ങനെ, ഒരു 1000 ആളുടെ ഫംഗ്ഷന് നമുക്കൊരു 3 ഓർഡർ കിട്ടും. അതാണ് നമ്മളുടെ ഒരു തിയറി. നമ്മൾ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നിനും നമ്മൾ പോയിട്ടുമില്ല, പോലുമില്ല. ഓരോ ഫംഗ്ഷനും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക. നമ്മൾ അങ്ങനെയാണ് ഇത് ഈ 25 കൊല്ലവും വളർന്നിട്ടുള്ളത് തന്നെ. ഓരോ ഫംഗ്ഷനും ഇങ്ങനെ പഠിച്ച് അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ മാക്സിമം ആൾക്കാരെ കണ്ട് ഇതാക്കുക. ഇപ്പം 25 വർഷമായി നീള ഭക്ഷണം വിളമ്പുന്നു. അപ്പോൾ പലരും എപ്പോഴും കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇടക്കിടക്ക് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എപ്പോഴും കഴിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പുതുമ വേണം, ഒരു പുതിയ ഐറ്റം, പുതിയ ഡിഷ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിളമ്പുന്ന രീതി, അല്ലെങ്കിൽ ഭക്ഷണം, ആ ഒരു ഇന്നവേഷൻ. നമുക്കിപ്പോൾ ഈ ചിക്കനും മട്ടനും ബീഫൊക്കെ തന്നെയല്ലേ ഉള്ളൂ, വേറെ സാധനം കൊണ്ടുവരാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രേവീസ് മാറ്റാനാണ് പറ്റുള്ളൂ. ചിക്കൻ ഇപ്പോൾ കറി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നാടൻ ചിക്കൻ കറി, മസാല, അത് അങ്ങനെ അതിന് എന്തെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാം. അതേപോലെ മറ്റേ ഫുഡിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല. എന്താ വെച്ചാൽ മനുഷ്യന്മാർക്ക് ബിരിയാണി വേണം, മൈദ പൊറാട്ട വേണം, ബീഫ് വേണം. ഇതൊക്കെ ഒരു നോർമൽ കേസ്. അതൊന്നും ഇല്ലാണ്ട് ഒരു കല്യാണം പറ്റില്ല. എന്ത് വേറെ സാധനങ്ങൾ ഉണ്ടാവാം, അപ്പുറത്ത് ചൈനീസ് ഉണ്ടാവാം, കോണ്ടി ഉണ്ടാവാം, അറബിക് ഉണ്ടാവാം, എല്ലാം വെക്കും. പക്ഷെ ലാസ്റ്റ് ഒരു പൊറാട്ടയും ബീഫും കഴിക്കൽ ഒരു അനിവാര്യ ഘടകമാണ്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കാണുമല്ലോ എക്യുപ്മെൻസും. അത് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം കാണും ആ വേ ഓഫ് സർവീസും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളുടെ ഒരു ടിഷ്യൂ പേപ്പർ നിങ്ങൾ കണ്ടാൽ അറിയാം, മേ ബി അതിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അത് സത്യം പറഞ്ഞ ഒരു ഇത്തിഹാദ് എയർവൈസിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഞാൻ കണ്ടതാണ് ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യും. അത് ഇവിടെ കൊടുന്നിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ആയിക്കോട്ടെ, പേപ്പർ ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് അത് അതിൽ കിട്ടുന്നതാണ്. ഫുഡ് പക്ഷെ നമ്മളെ കേരളത്തിൽ ഒരു 50% ഒരു ബേസ് എപ്പോഴും ഉണ്ട്. ഇത് വിട്ടിട്ട് ആൾക്കാർ കളിക്കില്ല. നമ്മൾ ഓർഡർ എടുക്കാൻ പോയാലൊക്കെ പറയും വീറ്റ് പൊറാട്ട മതി, ഭയങ്കരമാണ്, ഹെൽത്താണ്. അതൊന്നും നടക്കില്ല. മൈദ പൊറാട്ട കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ആ സാധനം ഹിറ്റാവും. ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ ഓർഡർ എടുക്കാൻ പോകുമ്പം പറയും ഞങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം മതി, അല്ലെങ്കിൽ കേൾക്കാത്ത പേരുകളൊക്കെ പറയും. അതെന്താ വെച്ചാൽ ആ കുട്ടിക്ക് അതേ ഇഷ്ടമുണ്ടാവും. പക്ഷെ വരുന്ന 1000 ആൾക്ക് 90% വെനില ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ മെനു ഇടുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഫങ്ഷൻ ഫ്ലോപ്പ് ആവും. ചിലർ പറയും നൂഡിൽസ് വെക്കാം എന്നിട്ട് ഫിഷ് മോളി വെക്കാമെന്ന് പറയും. ഒരിക്കലും അത് കോമ്പിനേഷൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മെനു ഇടൽ ഒരു വലിയൊരു ഘടകമാണ്. അത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലായി. ഏത് വീട്ടിലോ എവിടെ പോയാലും അവരിഷ്ടം ആദ്യം പറയുക, അത് വേണം ഇത് വേണമെന്ന്. അപ്പം നമ്മളതിങ്ങനെ മാറ്റി മറിച്ച് ഒരു 80% നമ്മൾ മാറ്റും.
എന്നാലാണ് ആ കോമ്പിനേഷൻ ശരിയായിട്ട് സക്സസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളവിടെ ഒരു ശരിക്കും ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കും, കൺസൾട്ടന്റ് ആയിട്ട് നിന്നേ പറ്റൂ, അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ ബ്ലാക്ക് കറന്റ് കയറി വരും. ബ്ലാക്ക് കാരണം അതൊന്നും മനുഷ്യന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. നമ്മൾ അതൊരു ഒരു 70-75%. പിന്നെ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ വീടുകളിൽ എല്ലാവരും ഡയറ്റാ, ഒരു സാധനം വീട്ടിൽ നിന്ന് കിട്ടില്ല ഭക്ഷണം കഴിക്കാൻ. അപ്പം എന്താ വെച്ചാൽ ഫങ്ഷൻസിന് വന്നാൽ എന്തുണ്ടാവും, നല്ല ഫുഡാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. ഒരു മനുഷ്യനൊരു 600 ഗ്രാം കൺസപ്ഷൻ ചെയ്യും പെർ 3 hours ഉള്ളിൽ. കേരളത്തിന്റെ പല ജില്ലകൾ പല കാറ്റഗറി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു 550 മുതൽ 600 ഗ്രാം ശരാശരി പോവും. അപ്പോൾ നമ്മൾ കണക്കാക്കിയിരിക്കണം, അത് കണക്കാക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരുപാട് കാറ്ററിംഗുകാരുണ്ട്. ഇപ്പം നിളനെ പോലെയുള്ള ബ്രാൻഡറ്റും ബ്രാൻഡറ്റ് അല്ലാത്തതും രജിസ്ട്രേഷൻ ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട്. നേരത്തെ പറഞ്ഞ ഒരുപാട് ഇവൻറ്റ്സ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന്. ഇനി അവസരമുണ്ടോ കാറ്ററിംഗ് രംഗത്ത് നവസംരംഭകർക്ക്? ഇനി അവസരമുണ്ടോ? എന്താണ് അഭിപ്രായം? ഇഷ്ടം പോലെ അവസരമാണ് കേരളത്തിലത്തെ കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ കാറ്ററിങ്ങിനെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ നല്ല വലിയ ഓഫീസ് വേണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നോ ഒന്നും ഇപ്പോഴത്തെ ഇതിലാവശ്യം. എല്ലാം നമുക്ക് വാടകയ്ക്ക് കിട്ടും. ഇപ്പോൾ ഒരു പരിചയം വെച്ചിട്ട് ഒരാളൊരു കല്യാണം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വാടകയ്ക്ക് സാധനങ്ങൾ എടുക്കാം, മീറ്റ് ഇത് കിട്ടും, പിന്നെ ഷെഫുമാരെ വാടകയ്ക്ക് കിട്ടും. അത് വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചാൻസസ് ഇഷ്ടം പോലെ. ഞാൻ നേരത്തെ അതാ പറഞ്ഞു, ഒരു വർഷം 1,00,000 ഇവൻറ്റ്സാണ് നടക്കുന്നത്. അതിനിപ്പോൾ 1-10 1-20 അങ്ങനെ കൂടിക്കൂടി. അപ്പോൾ എത്ര ആൾ മേഖലയിലേക്ക് വന്നാലും ഇതിനൊരു ബുദ്ധിമുട്ടോ ബാക്കിയുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ, ഓരോരുത്തരുടെ സ്വപ്നമാണ് നിങ്ങളെ ഏൽപ്പിക്കുക. ആ സ്വപ്നം തകരാതെ വൃത്തിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റണം. വെറുതെ കോമ്പറ്റീറ്റായിട്ട് വില കുറച്ചിട്ട് എടുക്കുക, അത് ചെയ്യുക, വില കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുക, അതിലൊന്നും നിൽക്കാതെ നല്ല റേറ്റ് മേടിച്ച് നല്ല വൃത്തിയിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവരോട് പറയാനുള്ള ഉപദേശം ഇതാണല്ലേ, യങ് എന്റർപ്രണേഴ്സിനോട് 100% വരാം. അതിന് യങ് എന്റർപ്രണേഴ്സിന് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ പണ്ടെന്താ വെച്ചാൽ ഒരു കാറ്ററിംഗുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൽ വാല്യൂ വളരെ കുറവാണ്. ഒരു വെപ്പുകാരൻ എന്നൊക്കെ ഉള്ള, പക്ഷെ അതൊക്കെ ഇപ്പം മാറി. ഇപ്പോൾ കാറ്ററേഴ്സ് മുൻപന്തിയിൽ നിൽക്കുന്ന, ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് അറിയോ ഏറ്റവും കൂടുതൽ ഗ്രോയിങ് ബിസിനസ് വെഡ്ഡിങ് ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇവൻറ്റ്സ് ആൻഡ് വെഡ്ഡിങ് ആണ് ഗ്രോയിങ്. അതായത് അതിൻ്റെ പിന്നാലെയാണ് ആൾക്കാർ, അതിനെയാണ് പുതുമകൾ, അതിനാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഓരോരുത്തരുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ല, പണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഓരോ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്യുന്നത് വലിയ ഇവന്റ് ആയിട്ടാണ്. മാത്രമല്ല കല്യാണം മുൻപ് ഒരു ദിവസമായിരുന്നു, അതെ. ഇപ്പോൾ കല്യാണങ്ങളെല്ലാം മാറി 4 ദിവസം. അപ്പോൾ ചാൻസസ് ഇഷ്ടം പോലെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, വെറുതെ വരികയല്ല, അതിനൊരു തിയറിയൊക്കെ ആക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ആൾക്കാരെ നമ്മൾ പറ്റിക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പറ്റിക്കാൻ എളുപ്പം ഒരുപാടാണ്. കാരണം ഏതെങ്കിലും ഒരു ഇവൻറ്റ് ബാക്കിയുള്ളവരൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിലിടും. അപ്പോൾ പുറത്തിരിക്കുന്ന ആൾക്കാർ ഇതാണ് കാണുക, ഇവർ ഭയങ്കരമാണെന്നുള്ളത്. അങ്ങനെ കബളിക്കപ്പെടാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റാണ്. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ നിങ്ങളൊരു 4-5 ഫംഗ്ഷൻ ഒരു മാസം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആവറേജ് ഒരു 1-1.5 ലക്ഷം രൂപ ആവറേജ് വരുമാനം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ നിളയുടെ ഒരു ലക്ഷ്യം എന്താണ്? ഇനി ഇപ്പോൾ നിള സിയാൽ കൺവെൻഷൻ സെൻറ്റർ യാഥാർത്ഥ്യമാകുന്നു, പിന്നെ എന്താണ് ഒരു 5 year പ്ലാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? എന്താണ് ഷബാബിൻ്റെ ഒരു? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും അങ്ങനെ ഇല്ല. എല്ലായിടത്തും പോയിട്ടും വെട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും നമുക്കില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ 250 ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ, അത് ഒരു 300 ആക്കുക, 350 ആക്കുക, അങ്ങനെ പതുക്കെ ഒന്ന് പോയാൽ മതി. നമ്മൾ ഉണ്ടാക്കുന്നത് ഭക്ഷണമാണ്, അതിനൊരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിൽ ആൾക്കാരിലേക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പറ്റും. അത് ഒരുപാട് ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് പതുക്കെ ഇങ്ങനെ ഈ 25 വർഷവും നമ്മൾ അതാ ചെയ്തത്. എവിടെയും നമ്മൾ വെട്ടിപ്പിടിച്ചിട്ടില്ല. പതുക്കെ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് വന്നിട്ടുള്ളത്. ഏത് സിയാലിൻ്റെ ലാസ്റ്റ്. ഇനിയിപ്പോൾ നമ്മുടെ റീസെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കൊച്ചിയിൽ നമ്മളുടെ കോർപ്പറേറ്റ് ഓഫീസും പിന്നെ കേരളത്തിൽ ഉള്ളതിൽ വെച്ച് ദ ബെസ്റ്റ് കിച്ചണും വരുന്നുണ്ട്. ആ കിച്ചണിൽ
ഒരേ സമയം ഒരു 50,000 ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ വരുന്നത്. സെൻട്രലൈസ്ഡ് കിച്ചണ്, സ്റ്റാഫ്, കാര്യങ്ങൾ എല്ലാം കൂടി ഒരു കൊടക്കീഴിലോട്ട് വരുന്നുണ്ട്. അതായത് എറണാകുളത്തെ സംബന്ധിച്ചിട്ടുള്ളത് അതാണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ ഇപ്പോൾ സിയാലിൻ്റെ കഴിഞ്ഞാലാണ് അടുത്ത ആലോചനയും കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഈ മെനു ഒക്കെ തയ്യാറാക്കുന്നതിലേ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നുള്ളതിനെ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് മാത്രമാണോ അതോ കുടുംബാംഗങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? എങ്ങനെയാ അതിൻ്റെ ഒരു? അല്ല, എൻ്റെ വൈഫ് വളരെ ഒരു ഫുഡിയാണ്, വളരെ ഭക്ഷണത്തിൻ്റെ പശ്ചാത്തലം എങ്ങനെയാ? അല്ല, ആള് മറ്റേ സ്പീച്ച് പെത്തോളജിസ്റ്റാണ്. അമൃത ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമത്തെ മോനായതോടുകൂടി ജോലി അത് സ്റ്റോപ്പ് ചെയ്തു ആള്. പക്ഷേ ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല നോളജാണ്. എനിക്ക് പല സംശയങ്ങളും ഞാൻ അവരുടെ അടുത്താണ് ചോദിക്കുക, പലതും എല്ലാത്തിനെ പറ്റിയിട്ടും. പിന്നെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പരീക്ഷിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അതൊരു വലിയ സപ്പോർട്ടാണ് നമ്മൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഷെഫുമാരും എല്ലാവരും കൂടിയുള്ള ഒരു പാനൽ പോലെ തന്നെയാണ്. ഈ എങ്ങനെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ 40% മാറില്ല. അത് ഉറച്ച സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ബാക്കിയുള്ളതിനെ കൊണ്ടാണ് നമ്മൾ ഇപ്പൊ കാണില്ല. കുറച്ച് ഇപ്പൊ ചായകൾ, പുതിയ ചായകൾ വന്നു, 100 തരം ചായ വന്നു, സ്റ്റാർട്ടേഴ്സിൽ അങ്ങനത്തെ മാറ്റങ്ങൾ സൈഡിൽ കൂടെ വരും. ബാക്കി അതേപോലെ തന്നെ. ഈ ഷബാബിൻ്റെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ബിസിനസ്സിലായിക്കോട്ടെ, ഈ ബിസിനസ് കാഴ്ചപ്പാടിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, അങ്ങനെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി യൂസുഫ് അലിക്ക് തന്നെയാണ്. അത് അദ്ദേഹം, ഈ യൂസുഫ് അലിക്കും ജോയേട്ടനൊക്കെ, ജോയ ലുക്കാസിനൊക്കെ, ഇവരൊന്നും ഒരിക്കലും ഇവരെ മെമ്മറി പോവില്ല. ഇവര് വല്ലാത്ത ആൾക്കാരാണ്. എവിടെ കണ്ടാലും അത് എങ്ങനെയാന്ന് നമുക്കിപ്പോൾ നമ്മളെ സ്റ്റാഫിൻ്റെ തന്നെ പേര് പറയാൻ പറ്റില്ല. ഹ്യൂജ് ആൾക്കാരടുത്തും ചെറിയ ആൾക്കാരടുത്തും മിഡിൽ എല്ലാവരുടെ അടുത്തും സമ്പർക്കം പുലർത്താൻ പറ്റിയ, നേരിട്ട് ബന്ധം. ഒരു കോഴിക്കോട് ഒരു കല്യാണം നിങ്ങൾക്കുണ്ട് കൊച്ചിന്ന്, എങ്ങനെ പോവും? കാറ്, അതിന് മെനക്കേട്, കാര്യങ്ങൾ എന്താ അയാൾ തരുക? ആകെ നല്ല ഫുഡ് തരും. അത് കൊടുക്കൽ തന്നെയാണ് ആൾക്കാർ ആഗ്രഹം. അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് ഒരു 90% കല്യാണം നടത്തുന്നവരും ഡയറക്റ്റാണ്. യൂസുഫ് അലിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലം മുന്നേ വരെ ഡയറക്റ്റാണ്. ഇപ്പം കുറച്ചൊന്ന് തിരക്കൊണ്ടുള്ള മാറ്റമുണ്ട്. പക്ഷേ ജോയേട്ടനൊക്കെ ഇരുന്ന് പറയും അത് ഇന്നതാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. എല്ലാവരും ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസായാലും എല്ലാം. അപ്പോൾ ഈ ഇവരെ കണ്ടും പിന്നെ യാത്ര ചെയ്തു കിട്ടിയ ഇവരെ കണ്ടും യാത്രേനേക്കാളും കൂടുതൽ ഇവരായിട്ടുള്ള മിംഗ്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കൊരിക്കലും മറക്കാനോ ഇതാക്കാനോ. ഓരോ പ്രാവശ്യം ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ പഠിപ്പാണ് നമുക്ക്. ഇത്രയും പേർക്ക് വിളമ്പിയ ആളാണല്ലോ. ഈ ഷബാബിൻ്റെ ഇഷ്ടഭക്ഷണം എന്താ? എൻ്റെ ഇഷ്ടഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്. ഉമ്മ ഉണ്ടാക്കി തരുന്ന. ഉമ്മ ഇപ്പം മരിച്ചുപോയി കഴിഞ്ഞ മാസം. പിന്നെ വൈഫ് ഉണ്ടാക്കുന്ന അതിലാണ് കൂടുതൽ. നമ്മൾ ഇവിടുന്ന് കഴിക്കാതെ ഒന്നും ഇരിക്കില്ല എപ്പോഴും. പിന്നെ എപ്പോഴും പുറത്തുനിന്നായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം ഒരു മാസം ഓൾവേസ് ഒരു 15 days ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. പിന്നെ നേരത്തെ ചോദിച്ച ഇഷ്ടം പൊറാട്ടയാണ്, ബീഫാണ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അത് ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരൊന്നും ഇല്ലല്ലോ, മലയാളികളില്ല. അതാ ഞാൻ പറഞ്ഞത്. പോഷന് പലതും പറയും, അതാണ് കോണ്ടിയാണ്, പാസ്തയാണ് എന്നൊക്കെ. അതൊന്നുമല്ല. വയറ് നന്നായെന്ന് അറിയണമെങ്കിൽ നമുക്ക് നമ്മളെ മൈദ തന്നെ വേണം. ഈ കണക്കുകൾ വെച്ച് വരുമ്പോൾ കേരളത്തിലെ നമ്പർ 1 ഏജൻസി എന്നുള്ളത് തന്നെയാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും അല്ലേ? നമ്മൾ പറയില്ലെന്നേ ഉള്ളൂ. ഇല്ല, നമ്മളത് പറയില്ല. അത് ആൾക്കാർ പറഞ്ഞാൽ സന്തോഷം. പിന്നെന്താ വെച്ചാൽ ഞാൻ നേരത്തെ ഉപ്പ പറഞ്ഞ കാര്യമാണ്, നമ്മൾ നമ്പർ 1 ഇറങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കച്ചവടം നിർത്തും, പിന്നെ ചെയ്യാൻ പറ്റില്ല. അത് 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 ആ ഒരു നീയത്തിലാണ് നമ്മൾ പോണത്. എന്നതിനെ ഇറക്കം തുടങ്ങുന്നോ അന്ന് സ്റ്റോപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. ഇനി എല്ലാം ഇറക്കമില്ലാണ്ട് അടുത്തൊരു 25 വർഷം കൂടി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കെല്ലാം കുട്ടിയെ കൊണ്ട് ഞാൻ 18 വയസ്സിൽ ഇതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മോളുടെ കല്യാണം നടത്താൻ ഇനി ഇവരുടെയും കൂടി കിട്ടാനുള്ള ഒരു ചാൻസ് എനിക്ക് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആകുക എന്നതിനേക്കാളും പ്രധാനമാണ് അവിടെ തന്നെ നിൽക്കുക എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി. അപ്പോൾ ആസ് എ ബിസിനസ് പേഴ്സൺ നമ്മളിതിന് നല്ലൊരു ടീമുണ്ട്, സ്ട്രക്ചറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഷബാബ് ശ്രദ്ധിക്കാറ്?
ഈ എപ്പോഴും ഒരു കച്ചവടത്തിൽ എങ്ങനെയാ വെച്ചാൽ എത്ര ഓണേഴ്സ് ആയാലും എത്ര ഫണ്ടിങ് വന്നാലും നമുക്ക് ബെസ്റ്റ് ഒരു ടീമിനെ വാർത്തെടുക്കൽ ഒരു അനിവാര്യ ഘടകം. അത് എന്തൊക്കെ പറഞ്ഞാലും ടീം എന്ന് പറയുമ്പോൾ ഒരു 80% നല്ല ആൾക്കാർ തന്നെയാണ്. ഇത് വാർത്തെടുക്കൽ എങ്ങനെയാ വെച്ചാൽ അവരുടെ ബേസിക് സ്റ്റാൻഡേർഡുകൾ നമ്മൾ കൂട്ടണം, അവരുടെ ജീവിത സ്റ്റൈല് മാറ്റണം, അവർക്ക് ആവശ്യമുള്ള പൈസകൾ കൊടുക്കണം, ഓട്ടിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ മനസ്സിലെപ്പോഴാണ് നമുക്ക് 10 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒരു 3.5% നമ്മൾ തിരിച്ച് റിട്ടേൺ ആണ്, ശമ്പളം കൂടാതെ. അതാണ് നിളൻ്റെ ഒരു പോളിസി. ഈ 25 കൊല്ലമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 65% ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട്. ബാക്കി 35 വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ജോലി കൊടുക്കുന്നത് മാത്രമല്ല, അവരുടെ ഇപ്പോൾ ക്ലീനിങ്ങിന് വന്ന ആളെ അവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റണം. അപ്പോഴാണ് അവർക്ക് തോന്നുക എനിക്കൊരു സൈക്കിള്, അടുത്തൊരു ബൈക്ക് പഠിക്കുക, ഒരു കുഞ്ഞ് വീടുണ്ടാക്കുക. അതാണ് നമ്മളുടെയും കൂടി സന്തോഷം. ആ ഒരു ടീം ഇപ്പോൾ നിലയിലുണ്ട്. അതന്നെയാണ് നമ്മളുടെ കരുത്തായിട്ട് നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വളരുമ്പം എല്ലാവരെയും വളർത്തണം, ഒരാൾ മാത്രം വളർന്നിട്ട് കാര്യമില്ല. അപ്പോഴല്ലേ ആ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഈ ബിസിനസ് ജീവിതത്തിൽ ആരെങ്കിലും റോൾ മോഡൽ ഉണ്ടോ? റോൾ മോഡൽ 2 കാര്യത്തിലുണ്ട്. ഒന്ന് മറ്റേ എൻ്റെ ഉപ്പ തന്നെയാണ്. അതായത് ഫിനാൻസിൻ്റെ ഒരു ചിട്ടവിട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അന്നൊക്കെ ചെറുതാണെങ്കിൽ തന്നെ ഉള്ള പോലെ മേടിക്കണവർക്ക് കൊടുക്കുക, സപ്ലൈസിന് കൊടുക്കുക, അത് കൊടുക്കുക, ആ ഒരു ചിട്ടവട്ടം ഫിനാൻസ്. അതെ. പിന്നുള്ളത് മുസോക്ക് തന്നെയാണ്, MD. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും എല്ലാം കൂടി തന്നെയാണ് ശരിക്കുള്ള റോൾ മോഡലായിട്ട് വന്നിട്ടുള്ളത് തന്നെ. ഇപ്പം ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ മുസഫക്ക ഇങ്ങനെ ലൈവ് ഇതൊക്കെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി പുതിയ കാലത്തിലെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടേ എങ്ങനെ പുറത്തൊക്കെ പോയി നോക്കുമോ? എന്താണ് ചെയ്യാറ്? ഇത് കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോകാറുണ്ടോ, സഞ്ചരിക്കാറുണ്ടോ, അതിന് വേണ്ടി സഞ്ചരിക്കാറുണ്ടോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും. ഈ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, അതായത് നമുക്കിപ്പോൾ ഒരു സംരംഭം ഉണ്ടാക്കുക എന്നുള്ളത് നല്ല ടഫാണ്. പക്ഷേ ഇത് കൊണ്ട് നടക്കുക എന്നുള്ളത് അതിലും വലിയ ടഫാണ്. അത് ഇനിയത്തെ കാലത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും, പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത് യൂസ്വലിക്ക് നമ്മളെ പറ്റി എപ്പോഴും പറയും, നിളക്ക് എപ്പോഴും അപ്ഗ്രഡേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് നിളക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അപ്ഗ്രഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കൽ അല്ല. പുതിയത് ആൾക്കാർക്ക് കൺമുന്നിൽ ഇങ്ങനെ കാണണം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ, പക്ഷേ ഫ്രണ്ട് മാറിക്കൊണ്ട് ഇരുന്നിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ട്രാവൽ ചെയ്യും, എക്സിബിഷനിൽ പോവും. അതും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന പഠിപ്പ് എന്താ വെച്ചാൽ നമ്മളുടെ ഫങ്ഷൻസ് തന്നെയാണ് നമ്മളെ പഠിപ്പ്. കൂടുതൽ പുറം കാര്യം നമ്മൾ അവിടെ പോയി നിന്ന് അതിൽ മാറ്റം വേണോ, ഇതിൽ മാറ്റം വേണോ, അങ്ങനെയാണ് നമ്മളിതിലേക്ക് മാറ്റങ്ങൾ ചെയ്യുക. ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം ആണ് എപ്പോഴും. ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ മാൾസിലൊക്കെ നമുക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഷോപ്സ്. അപ്പോൾ ഔട്ട്ലെറ്റ്സിൽ എഗ്രിമെൻ്റ് എഴുതുമ്പം തന്നെ അവരുടെ എഗ്രിമെൻറ്റിൽ എഴുതുക 5 കൊല്ലം കൊണ്ട് ഫേസ് ലിഫ്റ്റ് ചെയ്യണം, മുഖം മാറണം. അതാണ് എഗ്രിമെൻ്റ് പോലും. നമ്മളൊരു കട എടുത്താൽ സാധാരണ എന്താ ചെയ്യുക, 15 കൊല്ലം അത് മാറ്റില്ല. അതേപോലെ ഫേസ് ലിഫ്റ്റിങ് നിർബന്ധമാണ്, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളത് പറ്റില്ല. സോഷ്യൽ മീഡിയ ഇൻഹൗസ് ചെയ്യുന്നുണ്ട്, IT ഉണ്ട്, എല്ലാ സെഗ്മെൻറ്റിലും നമുക്ക് ആളുണ്ട്. അങ്ങനെ ഒരു കാറ്ററിംഗ് കമ്പനി കേരളത്തിലില്ല. എല്ലാ ഫുഡ് മാത്രമല്ലല്ലോ, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും ബാക്കപ്പും. അതാണ് ഞാൻ നേരത്തെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറഞ്ഞത്, സെലക്ട് ചെയ്തു എന്നുള്ളത്. നമ്മൾക്കിപ്പോൾ സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് ഉണ്ടോ നിലയ്ക്ക്? പിന്നെ നിലയ്ക്ക് ശരിക്ക് ഞാനൊന്ന് പറഞ്ഞില്ല, ബേക്കറി ആണ് കൂടുതൽ തുടക്കം. അവിടെ ഒരു 19 ബേക്കറികളുണ്ട് ആ സെഗ്മെന്റിൽ, പാലക്കാട്, മലപ്പുറം ഇതിൽ. പിന്നെ കൊച്ചിയിൽ ലുലുവിൽ ഫുഡ് കോർട്ട് ഉണ്ട്, IMA ഹൗസിലുണ്ട്. അങ്ങനെയാണ് വരുന്നത്. വേറെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല. റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് താല്പര്യം കുറവാണ്. ഇതൊക്കെ ചെയ്യണത് എന്താ വെച്ചാൽ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് മാത്രം. നമ്മളുടെ എയിം കാറ്ററിംഗ് ആണ്. 1000 ആള്, 10000 ആള്, 20000 നന്നായിട്ട് ഭക്ഷണം കൊടുത്ത ഏറ്റവും വലിയ സംഖ്യ ഉള്ള ഏതായിരുന്നു? നമ്മള് ഇവന്റ്സിന്റെ കാര്യം പറയുമ്പം ഒരുവിധം എല്ലാ സെഗ്മെന്റിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വ്യക്തികളുടെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മോൻ്റെ ഒരു 18-19 വർഷം മുന്നേ ഒരു 10,000-40,000 ആൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ്ഫലിക്കാൻ്റെ 25,000, അങ്ങനെ കുറേ ഉണ്ട്. 1, 2, 3 എന്നല്ല, അതായിരുന്നു നമ്മളുടെ ഗോള്. ഈ കല്യാണം അങ്ങനെയുള്ള ഇവൻറ്റ്സും
മാത്രല്ലല്ലോ ബാക്കി അല്ലല്ല, വെഡിങ് നമ്മൾ ചെയ്യുന്നതിന്റെ 50% വെഡിങ് ഉള്ളൂ. ബാക്കി 50% നമ്മൾ കോൺഫറൻസ്, എക്സിബിഷൻസ്, അങ്ങനെ ഹ്യൂജാണ്. അതായത് 3-4 ദിവസത്തെ ഡോക്ടർ കോൺഫറൻസ്, ഒരുപാട് അതിൽ. പിന്നെ നമുക്കൊരു ഭാഗ്യം ലഭിച്ചത്, നമ്മൾ BCCI, KCA ഇവരുടെയൊക്കെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണറാണ് കേരളത്തിൽ. അതായത് ഇൻ്റർനാഷണൽ ഏത് മാച്ച് കേരളത്തിൽ വന്നാലും നമ്മളാണ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ്, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്, ഇന്ത്യ ഓസ്ട്രേലിയ, കുറേ ഫങ്ഷൻ കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് നടന്നിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെയൊക്കെ ഒഫീഷ്യൽ ഫുഡ് പാർട്ട്ണർ നമ്മളാണ്. സ്പോർട്സിൻ്റെ പിന്നെ 2015 നാഷണൽ ഗെയിംസ് ഒഫീഷ്യൽ പാർട്ട്ണർ നമ്മളാണ്. ഒറ്റ കമ്പനി കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അത് നിളയായിരുന്നു. കേരളത്തിലെ പല പുസ്തകോത്സവങ്ങളുടെയും പിന്നെ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒക്കെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് നമ്മളാണ്. പേര് പറയുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വാസ്യതയിൽ ഒന്ന് അർപ്പിച്ചിട്ട് തരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അത് അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കും. ഇതെല്ലാം തുടർന്ന് വരുന്നുണ്ടല്ലേ? ഇപ്പോൾ BCCIയുടെ കരാറുകളാണെങ്കിലും അതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ എല്ലാം തുടരൽ ഈ 100 എണ്ണം നമ്മൾ ചെയ്യുമ്പോൾ ഒരു 40 എണ്ണം കൊഴിഞ്ഞു പോകും. ബാക്കി 60 എണ്ണം നമ്മൾ എങ്ങനെയും നിലനിർത്തും. ബാക്കി 40 നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരും. അങ്ങനെയാണ് നമ്മളൊന്ന് ടാലി ആയിട്ട് പോകുന്നത്. നേരത്തെ ഇത്രയും ആ ഒരു ഹ്യൂജിൽ തന്നെ നിൽക്കണമല്ലോ. ഇത്രയും സ്റ്റാഫും ആളും ഇവരൊക്കെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം നടത്തിക്കൊണ്ട് പോകണ്ടേ. ജുജിയുടെ രഹസ്യം മാത്രമല്ല, ഒരു നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയെന്നും അത് കെട്ടിപ്പടുത്ത ബിസിനസ് നമ്പർ 1 ആയിട്ട് നിലനിർത്തുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഒരു ചേരുവ വളരെ ലളിതമായി പറഞ്ഞു തന്ന നീല കാറ്ററേഴ്സിൻ്റെ CEO KK ഷബാബ്. നന്ദി. താങ്ക് യു.